നമസ്കാരം. 2024 ഡിസംബർ മാസത്തിൽ ഇന്ത്യയിൽ ഉടനീളം വിൽപ്പന നടത്തിയ ഇലക്ട്രിക് കാറുകളുടെ ടോപ്പ് 10 സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെയും സെയിൽസ് റിപ്പോർട്ട് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2024 ഡിസംബറിലെ സെയിൽസിന് പുറമെ 2024 മൊത്തം സെയിൽസിനെ കുറിച്ചിട്ടും സംസാരിക്കുന്നുണ്ട്. 2024 ഡിസംബറിലെ മൊത്തം വിൽപ്പന, അതായത് ഇന്ത്യയിൽ മൊത്തമായി 8778 കാറുകളാണ് വിൽപ്പന നടന്നത്. 2024 നവംബർ മാസത്തെ വിൽപ്പനയെ അപേക്ഷിച്ച് 3% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയർ ഓൺ ഇയർ സെയിൽസ് നോക്കുകയാണെങ്കിൽ, അതായത് 2023 ഡിസംബർ മാസത്തെ വിൽപ്പനയെ അപേക്ഷിച്ച് 2024 ഡിസംബർ മാസത്തെ വിൽപ്പനയിൽ 17% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 2024 മൊത്തം വിൽപ്പന നോക്കുകയാണെങ്കിൽ, അതായത് ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ 99,004 കാറുകളാണ് ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടന്നത്. ഇത് 2023 മൊത്തം വിൽപ്പനയെ അപേക്ഷിച്ച് 20% കൂടുതലാണ്. ഇനി നമുക്ക് ടോപ്പ് 10 ലിസ്റ്റ് നോക്കാം. വോൾവോ ആണ് 2024 ഡിസംബർ മാസത്തെ വിൽപ്പനയിൽ 10ാം സ്ഥാനത്തുള്ളത്. നവംബർ മാസത്തെ വിൽപ്പനയിൽ അവർ 9ാം സ്ഥാനത്തായിരുന്നു. നവംബറിൽ 32 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വോൾവോന് ഡിസംബറിൽ 17 കാറുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മന്ത് ഓൺ മന്ത് സെയിൽസ്, അതായത് മാസാമാസ വിൽപ്പനയിൽ 46% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024 മൊത്തം വിൽപ്പന നോക്കുകയാണെങ്കിൽ 442 കാറുകളാണ് ഇവർ വിൽപ്പന നടത്തിയത്. 0.4% മാർക്കറ്റ് ഷെയർ ഉള്ള ഇവർ 2024 മൊത്തം വിൽപ്പനയിൽ 9ാം സ്ഥാനത്താണുള്ളത്. നവംബറിൽ 10ാം സ്ഥാനത്തുണ്ടായിരുന്ന ഹ്യുണ്ടായി ആണ് ഒരു പടി മുന്നോട്ട് കയറി ഡിസംബറിലെ വിൽപ്പനയിൽ 9ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. നവംബറിൽ 20 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഹ്യുണ്ടായിക്ക് ഡിസംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 19 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 5% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹ്യുണ്ടായിയുടെ ഇലക്ട്രിക് സെഗ്മെന്റിൽ, അതായത് അവരുടെ വിൽപ്പനയിൽ അധികം മുന്നേറ്റമൊന്നും ഇതുവരെ അവർക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. ഹ്യുണ്ടായി കോണയും അയോണിക്കും ഒന്നും അധികം വിറ്റുപോയിട്ടില്ല. ഹ്യുണ്ടായിയുടെ ക്രെറ്റ ഈ വർഷം ഇറങ്ങുന്നുണ്ട്. ഒരുപക്ഷെ അത് വിജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. 2024 ഹ്യുണ്ടായിയുടെ മൊത്തം വിൽപ്പന 910 കാറുകളാണ്. 0.9% മാർക്കറ്റ് ഷെയർ ഉള്ള ഇവർ 2024 മൊത്തം വിൽപ്പനയിൽ 8ാം സ്ഥാനത്താണുള്ളത്. കിയ ആണ് 8ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 8ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. നവംബറിൽ 67 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച കിയയ്ക്ക് ഡിസംബറിൽ 77 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസാമാസ വിൽപ്പനയിൽ 14% വളർച്ച കൈവരിക്കാൻ സാധിച്ചു. 2024 കിയയുടെ മൊത്തം വിൽപ്പന 408 കാറുകളാണ്. 0.4% മാർക്കറ്റ് ഷെയർ ഉള്ള ഇവർ 2024 മൊത്തം വിൽപ്പനയിൽ 10ാം സ്ഥാനത്താണുള്ളത്. PCA ഓട്ടോമൊബൈൽസ് അഥവാ സിട്രോൺ ആണ് 7ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 7ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. നവംബറിൽ 82 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച സിട്രോണിന് ഡിസംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 77 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 6% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024 സിട്രോണിന്റെ മൊത്തം വിൽപ്പന 1873 കാറുകളാണ്. 1.8% മാർക്കറ്റ് ഷെയർ ഉള്ള ഇവർ 2024 മൊത്തം വിൽപ്പനയിൽ 5ാം സ്ഥാനത്താണുള്ളത്. കഴിഞ്ഞ തവണ 5ാം സ്ഥാനത്തുണ്ടായിരുന്ന മെർസിഡീസ് ഒരു പടി താഴേക്ക് ഇറങ്ങി ഇത്തവണ 6ാം സ്ഥാനത്താണുള്ളത്. നവംബറിൽ 97 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച മെർസിഡീസിന് ഡിസംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 96 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 1% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024 മെർസിഡീസിന്റെ മൊത്തം വിൽപ്പന 940 കാറുകളാണ്. 0.9% മാർക്കറ്റ് ഷെയർ ഉള്ള ഇവർ 2024 മൊത്തം വിൽപ്പനയിൽ 7ാം സ്ഥാനത്താണുള്ളത്. കഴിഞ്ഞ തവണ 6ാം സ്ഥാനത്തുണ്ടായിരുന്ന BMW ഇത്തവണ ഒരു പടി മുകളിലേക്ക് കയറി 5ാം സ്ഥാനത്താണുള്ളത്. നവംബറിൽ 94 കാറുകൾ വിൽപ്പന നടത്തിയ BMW ഡിസംബറിൽ വിൽപ്പന നടത്തിയത് 140 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 48% വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. 2024 BMW മൊത്തം വിൽപ്പന 1210 കാറുകളാണ്. 1.2% മാർക്കറ്റ് ഷെയർ ഉള്ള ഇവർ 2024 മൊത്തം വിൽപ്പനയിൽ 6ാം സ്ഥാനത്താണുള്ളത്. BYD 4ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. നവംബറിൽ 326 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച BYDക്ക് ഡിസംബറിൽ 284 കാറുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മാസാമാസ വിൽപ്പനയിൽ 12% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024 BYD മൊത്തം 2829 കാറുകളാണ് വിൽപ്പന നടത്തിയത്. 2.8% മാർക്കറ്റ് ഷെയർ ഉള്ള ഇവർ 2024 മൊത്തം വിൽപ്പനയിൽ 4ാം സ്ഥാനത്താണുള്ളത്. മഹീന്ദ്ര കുറെ കാലമായിട്ട് വിൽപ്പനയിൽ 3ാം സ്ഥാനത്ത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നവംബറിൽ 547 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച മഹീന്ദ്രയ്ക്ക് ഡിസംബറിൽ 383 കാറുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മാസാമാസ വിൽപ്പനയിൽ 29% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024 മഹീന്ദ്ര മൊത്തം വിൽപ്പന നടത്തിയത് 7104 കാറുകളാണ്. 7% മാർക്കറ്റ് ഷെയർ ഉള്ള ഇവർ 2024 മൊത്തം വിൽപ്പനയിലും 3ാം സ്ഥാനത്ത് തന്നെയാണ്. MGയും ഒരുപാട് കാലമായിട്ട് വിൽപ്പനയിൽ 2ാം സ്ഥാനത്ത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നവംബറിൽ 3126 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച MGക്ക് ഡിസംബറിൽ 3627 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസാമാസ വിൽപ്പനയിൽ 16% വളർച്ച കൈവരിക്കാൻ സാധിച്ചു. MGയുടെ 2024 മൊത്തം വിൽപ്പന 21,464 കാറുകളാണ്. 21% മാർക്കറ്റ് ഷെയർ ഉള്ള ഇവർ 2024 മൊത്തം വിൽപ്പനയിൽ 2ാം സ്ഥാനത്താണുള്ളത്.
ഒരുപാട് കാലമായിട്ട് വിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്ത് ടാറ്റ തന്നെയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇനി അങ്ങോട്ട് ടാറ്റ MGയെ പേടിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഓരോ മാസം കഴിയുന്തോറും MGയുടെ സെയിൽസ് കൂടി വരികയാണ്, ടാറ്റയുടേത് കുറഞ്ഞു വരികയാണ്. ഇവരുടെ വിൻസർ EV ഇറങ്ങിയതിന് ശേഷമാണ് ഇവർക്ക് കൂടുതൽ വിൽപ്പന നടന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. നവംബറിൽ 4196 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടാറ്റയ്ക്ക് ഡിസംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 4037 കാറുകളാണ്. മാസാമാസം വിൽപ്പനയിൽ 3% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024 ടാറ്റയുടെ മൊത്തം വിൽപ്പന 61,435 കാറുകളാണ്. 62% മാർക്കറ്റ് ഷെയർ ഉള്ള ഇവർ 2024 മൊത്തം വിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്താണുള്ളത്. അതേപോലെ 2024 ഡിസംബറിലെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെയും സെയിൽസ് റിപ്പോർട്ട് നമ്മൾ ഇന്നലെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.